കുഞ്ഞുവാവയ്ക്ക് കൊടുക്കാനുള്ളതാ. കുഞ്ഞിന് വാങ്ങിയ ആഭരണം കുട്ടിമണിയെ കാണിക്കുന്നത് സീതയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. പോലീസിനെ ഭയന്ന് നാടുവിടാനൊരുങ്ങുന്ന ശിവയ്ക്ക് മതികല പണം കൊടുക്കുന്നു. മതികല ATM-ൽ നിന്ന് പണമെടുക്കുന്നതിന്റെ തെളിവ് പോലീസിന് കിട്ടുന്നു. കുറ്റം ചെയ്തവർക്ക് ശിക്ഷ ലഭിക്കുമെന്ന് രവി മതികലയെ ഓർമ്മപ്പെടുത്തുന്നു. തുടർന്ന് കാണുക. കലമോളെന്തോ വലിയ ടെൻഷനിലാണെന്ന് തോന്നല്ലോ. ടെൻഷനോ? എനിക്കോ? എനിക്കെന്ത് ടെൻഷൻ? ഞാനെന്താ ആർക്കെങ്കിലും വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കാനുണ്ടോ? എനിക്ക് ജീവിക്കാൻ ഇഷ്ടം പോലെ പണമുണ്ട്, വീടുണ്ട്, കാറുണ്ട്. പിന്നെ എനിക്കെന്തിനാ ടെൻഷൻ? വലിയ വീടും കാറൊക്കെ ഉണ്ടെങ്കിലും മനസമാധാനം ഉണ്ടാവുക കലമോളെ. ചേടാ, ഇത് കൊള്ളാം. ബാലേട്ടൻ ഇപ്പൊ എന്ത് കുന്തോ അറിയേണ്ടത്? എനിക്ക് എന്തെങ്കിലും മനസമാധാനക്കേടുണ്ടോന്നോ? എന്നാ കേട്ടോ, എന്റെ മനസ്സിനും ഒരു കുഴപ്പമില്ല, ശരീരത്തിനും ഒരു കുഴപ്പമില്ല. പിന്നെ ഒരു തലവേദന ഉണ്ട്, ബാലേട്ടന്റെ അനിയൻ. അല്ല, ബാലേട്ടൻ വന്ന പാടെ അങ്ങ് പോവാണോ? എന്താ, എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്നുമില്ല, ഞാൻ വെറുതെ ഒരു കുശലം ചോദിച്ചതാ. ബാലേട്ടൻ എന്നോട് ചോദിച്ചതിന് പകരമായി ഞാനും എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ടേ? കലമോൾ എന്തെങ്കിലും ചോദിക്കുമ്പോ അതിനൊരു കാരണം കാണുമല്ലോ. അയ്യോ, ഒരു കാരണവും ഇല്ല. ഞാനൊന്നും ചോദിച്ചിട്ടുമില്ല, ബാലേട്ടനൊന്നും കേട്ടിട്ടുമില്ല, ഞാൻ ഇന്ന് ബാലേട്ടനെ കണ്ടിട്ടുമില്ല. പ്രശ്നം തീർന്നേ. അമ്മാ, അമ്മാ, ഇതാരാ ഇപ്പോ? എവിടെന്നെങ്കിലും ഓരോന്ന് കുറ്റിയും തട്ടി വരും വയലോരം വീട്ടിലേക്ക്. എന്താ? വണക്കം അമ്മാ. അമ്മയോ? ആരുടെ അമ്മ? എന്നെ കണ്ടിട്ട് എനിക്ക് നിങ്ങളുടെ അമ്മ അവളുടെ പ്രായമുണ്ടോ? അയ്യോ, അല്ലമ്മ, അങ്ങനെ വിളിച്ചതല്ലമ്മ, ബഹുമാനത്തോടെ വിളിച്ചതാണോ? ബഹുമാനം കൊണ്ടാണെങ്കിൽ മാഡം എന്ന് വിളിച്ചാ മതി. അയ്യോ, അമ്മ എന്ന് വിളിക്കാൻ വന്നേക്കുന്നു. അല്ല, നിങ്ങൾ ആരാ? എന്തു വേണം? മുഖലക്ഷണം പറയൂ അമ്മ. കൈ നോക്കി ഭൂതം, ഭാവി, വർത്തമാനം എല്ലാം പറയൂ അമ്മ. പിന്നെ ഞാനിവിടെ വർത്തമാനം പറയാനായിട്ട് ആളെ നോക്കി ഇരിക്കുമല്ലേ? നിങ്ങൾ ഭാവിയും പറയണ്ട, ഭൂതവും പറയണ്ട. പോയെ പോയെ പോയെ. അമ്മ, ഇതെന്നോട് വേല, സത്യമുള്ള വേല അമ്മ. ഞാൻ അമ്മാവെ പറ്റി ഒരു കാര്യം പറയട്ടെ. എന്നെ പറ്റി ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കേം വേണ്ട. ആരാണേ? എന്നതാ ഇവിടെ ഒരു ഭയങ്കര ബലം? ഞാൻ ആത്തിന്നപ്പോ ബലം കേട്ട് വന്നതാ. അതിനിപ്പോ നിന്നെ ഇവിടെ ആരെങ്കിലും ക്ഷണിച്ചായിരുന്നു? ആരല്ലേ കൊച്ചേച്ചി ഞാൻ പറഞ്ഞത്, ബലം കേട്ടിട്ടാ വന്നേന്ന്. ഇതാരേ നിക്കുന്നേ? ഒരു കാക്കാത്തി. കാക്കാച്ചിയോ? എന്നിട്ട് ചെവറില്ലല്ലോ പറക്കാൻ. അയ്യോ, കാക്കാച്ചി അല്ലമ്മ, കാക്കാത്തി. മോളുടെ പേരെന്നാ? ഇതേ എന്റെ പേര് കുട്ടിമണിന്നാ. എന്നെ മനുഷ്യൻ കുട്ടൂന്ന് വിളിച്ചു. ചിലരെന്നെ 3 മണിന്ന് വിളിച്ചു. അതുവാ, 3 മണിന്ന് വിളിച്ചവരൊക്കെ ഞാൻ കടിച്ചു. നിങ്ങൾ ഇവളെ 3 മണിന്ന് വിളിക്ക്, എന്നിട്ട് ഇവളുടെ കടിയും വാങ്ങിച്ച് ആശുപത്രിയിൽ പോയി കുത്തിവെപ്പ് എടുത്തിട്ട് പോയാ മതി. മോളെ, മോളെന്തോ സങ്കടത്തിലാന്ന് തോന്നുന്നല്ലോ ലക്ഷണം കണ്ടിട്ട്. ആണെന്നേ, ഞാൻ ഭയങ്കര സങ്കടത്തിലാ കാക്കാച്ചി. എന്റെ കുഞ്ഞുമണി അങ്ങ് ചത്തുപോയി, അങ്ങ് സ്വർഗത്തിൽ പോയി. ഇവരോട് പറഞ്ഞ നിന്റെ സങ്കടം ഇപ്പൊ മാറ്റി തരും. ആരാ കലമോളേത്? വാ വാ വാ, വാ. ദേ, ഭാവിയും വർത്തമാനവും ഒക്കെ പറയാനായിട്ട് ഒരു ഭൂതം വന്ന് നിപ്പുണ്ട് ഇവിടെ, വന്ന് കാണും. അയ്യോ, ഇതിനെ എപ്പോഴും ഇങ്ങനെ എടുത്തോണ്ട് നടക്കുവാണോ? കിടത്തിയാ ഉറങ്ങണ്ടേ? ഉറങ്ങുമ്പോ തനിയെ കിടത്തിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ, സൂക്ഷിക്കണ്ടേ? ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. വലിയേച്ചി അങ്ങനെ പറയൊന്നും വേണ്ട. ഇവക്ക് ബുദ്ധിയില്ലെന്ന് ആരാ പറഞ്ഞത്? സീതയെടുത്തി പറഞ്ഞത് എന്താണെന്ന് അവക്ക് മനസ്സിലായില്ലേ? അപ്പപ്പാ, സൂര്യൻ ഉദിച്ച മാതിരിയുള്ള കുഞ്ഞാണല്ലോ. ഇങ്ങ വാ, കുഞ്ഞിനെ ഒന്ന് കാണട്ടെ. വേണ്ട വേണ്ട, സീതയെടുത്തി അവിടെ നിന്നാ മതി. ആഹാ, കൊച്ചിനെ കൊടുക്കൊന്നും വേണ്ട കേട്ടോ, വല്ല പിള്ളേരെ പിടുത്തക്കാരും ആയിരിക്കും. എടുത്തോണ്ട് ഓടിയ എന്ത് ചെയ്യും നമ്മള്? ഓടിയാലേ ഞാൻ പറ്റി തായിടും. എന്നെ കുഞ്ഞോനെ കൊണ്ടാണില്ല. എത്ര തവണ പറഞ്ഞു ഇത് കുഞ്ഞുമണി അല്ലാന്ന്, എന്നിട്ട് കുട്ടിമണി അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുക. അത് തന്നെ പറയും. അവസാനം ഇത് വലിയ വിനയായിട്ട് തീരുകയും ചെയ്യും. അല്ല, അത് പിന്നെ അങ്ങനെ ആണല്ലോ. അതെന്താ കലമോൾ എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. അല്ല, കുട്ടിമണിയോട് എത്രയൊക്കെ പറഞ്ഞിട്ടും പിന്നെയും അങ്ങനെ തന്നെ ആണല്ലോ എന്ന് പറയുമായിരുന്നു. ഓ, എന്ന്. അമ്മ, കുഞ്ഞിനെ ഒന്ന് കാണിക്കമ്മ.
ஐயோ என் தங்கம் தங்கம்மா ஓ என் ராசாத்தி ஓ செல்லம் என் தங்கம் கூட அம்மா கை நீட்டுமா ஐயோ ரொம்ப கஷ்டப்பட்டு அல்லே ஓ ரொம்ப மனோவியாதி இந்த ரேகையில പറയணுണ്ടம்மா வித்யாரேகா நிறைய அறிவு இருக்கு പക്ഷേ പഠനം പാതി വഴിയില് നിന്നു പോച്ചു അല്ലേ അമ്മ ഇനും പഠിപ്പ് നടക്കും അതും രേഖയില് കാണുത് പിന്നെ കുഞ്ഞിനെ വളർത്താതെ പഠിക്കാൻ പോവില്ലേ? സ്വന്തം കുഞ്ഞുതാനാ? പിന്നല്ലാതെ. പെൺകുളന്ത ആണെങ്കിലും ലക്ഷണത്തില് இந்த കുളന്തയ്ക്ക് കൃഷ്ണ ജന്മാണ്. പ്രസവിച്ചത് ഒരാൾ, പാക്കുന്നത് വേറൊരാൾ. സുത്തുമേ ശത്രുക്കള്. അയ്യോ എനക്ക് ഇത് വിശ്വസിക്കവേ മുടിയല്ല സ്വന്തം കുളന്തയാണെന്ന്. അതെന്താ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്? കുഞ്ഞിനെ പെറ്റമ്മയല്ലേ എടുത്തോണ്ട് നിൽക്കുന്നത്. സ്വന്തം അമ്മ പറയുന്നതിനേക്കാളും വലിയ കാര്യം എന്തുവാ? எனக்கு முகலட்சணம் நோக்கும் போதும் கைரேഖ നോക്കും போதுം ചില നിമിത്തങ്ങൾ തോന്നും. இந்த കുഞ്ഞോட മുഖത്തില് നോക്കിയപ്പോ എൻ മനസ്സിൽ വന്നത് இந்த കുഞ്ഞ് இந்த അമ്മാവോടത് അല്ലെന്നാണ് തോന്നിയത്. നിങ്ങളുടെ ഓരോ തോന്നല്. കലെ എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞുവിടാൻ നോക്ക്. വെറുതെ മനുഷ്യന്റെ സ്വസ്ഥത എടുത്താൻ വേണ്ടി ഓരോന്ന് വന്നോളും. അമ്മ കോപപ്പെട വേണ്ട, അമ്മാവോட കുഞ്ഞ് തന്നെ. പക്ഷേ இந்த കുഞ്ഞിനെ നന്നായിട്ട് നോക്കിക്കൊള്ളണം. ലക്ഷണം സത്യം അമ്മ, സത്യം അനുഭവം. കുഞ്ഞ് കൈവിട്ടു പോവും. നിർത്ത, ഇറങ്ങി പോയാ ഇവിടുന്ന്. അതെ. അയ്യോ കുഞ്ഞിനെ നഷ്ടപ്പെടോ? ഈ കുഞ്ഞിനെ നഷ്ടപ്പെടോ? അതെങ്ങനാ? പല ദേശങ്ങൾ താണ്ടി സഞ്ചരിക്കാൻ இந்த കുഞ്ഞുക്ക് യോഗമുണ്ട്. ഇളം പ്രായത്തിൽ തന്നെ കുട്ടികളോട് കൈവെള്ളം നോക്കാറില്ല. നെറ്റിയിലുള്ള വരകൾ മാത്രമേ നോക്കാറുള്ളൂ. അതാണ് കുഞ്ഞിന്റെ ലക്ഷണം. എന്തായാലും അമ്മ, ഒരു യാത്ര ഉറപ്പാണ് இந்த കുഞ്ഞിന്. ഉടനെ തന്നെ. അത് സത്യം, അതില് തർക്കമേ ഇല്ലമ്മ. ഏ വാക്കോടെ പൊരുള് അപ്പ അമ്മാവുക്ക് മനസ്സിലാവും. വാക്കും പൊരുളൊക്കെ നിർത്തിയിട്ട് ഇവിടെ നിന്ന് പോയേ സീതർത്തി. ഞാൻ പോയൊരു 50 രൂപ എടുത്തോണ്ട് വരാം. അത് കൊണ്ടുപോയി അപ്പുറത്തെ കടയിൽ നിന്ന് വല്ലതും വാങ്ങിച്ച് കഴിച്ചിട്ട് വേറെ വഴി നോക്കിക്കോണം. ഞാൻ കള്ളത്തരം പറഞ്ഞ് കാശ് വാങ്ങാൻ വന്ന ആളല്ലമ്മ. ഞാൻ പറഞ്ഞ കാര്യം സത്യം. இந்த അമ്മാവെ കണ്ടു, കുഞ്ഞിനെ കണ്ടു, പിന്നെ ദാ இந்த മോളെ കണ്ടു. എല്ലാരെയും കണ്ടു. കണ്ടപ്പോ തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എന്തായാലും ഇനി ഞാൻ ഒന്നും നോക്കുന്നില്ല. ശരി, ആയിക്കോട്ടെ. അമ്മ, ഞാൻ சொன்னது ஞாபகம் வச்சுக்கோ. ഒരു പെരിയ യാത്രയുണ്ട് இந்த കുളന്തയ്ക്ക് വൈകാതെ. കൈവിട്ടു പോവാതിരിക്കാൻ അമ്മ കരുതലോടെ ഇരുന്നോ. ഞാൻ പോരേ. പിന്നെ ആ കാക്കച്ചി പറഞ്ഞില്ലേ ഈ കുഞ്ഞാവ കുഞ്ഞുവനെ എങ്ങാണ്ട് പോവെന്ന്? എവിടെ വല്യേച്ചി? ഉഗാണ്ടയ്ക്ക്. അതെന്നാ പോണ്ടയാ? അവിടെയും കണ്ടുപിടിച്ചു ഒരു തീറ്റി സാധനം. ഇങ്ങനെ ഒരെണ്ണം. പാല വല്യേച്ചി, എന്റെ ഈ കുഞ്ഞാവ എവിടെയാ പോന്നെ? എന്റെ കുട്ടിമണി ഒന്നും മിണ്ടാതിരിക്കെ. കുഞ്ഞുവാവ എങ്ങോട്ടും പോകുന്നില്ല. പക്ഷെ എനിക്ക് കാക്കച്ചി പറഞ്ഞല്ലോ. പിന്നെ കാക്കാത്തിയല്ലേ യാത്രക്ക് ടിക്കറ്റ് എടുക്കുന്നത്. അങ്ങനെ അങ്ങ് എഴുതി തള്ളണ്ട. കാക്കാത്തിമാര് പറയുന്നതിലും കാര്യമുണ്ട്. കല ചുമ്മാ എന്നെ പേടിപ്പിക്കല്ലേ. ഞാൻ പേടിപ്പിച്ചൊന്നും അല്ല സീതയെടുത്തി. അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കുഞ്ഞിന്റെ കാര്യം പറയാൻ മാത്രമായിട്ട് ഒരു കാക്കാത്തി വീട്ടിൽ വരിക, അത് പറഞ്ഞിട്ട് മിന്നല് പോലെ അങ്ങ് പോവുക. സീതയെടുത്തിക്ക് ദൈവം കാവലുണ്ട്. അതാ ഇങ്ങനൊരു മുന്നറിയിപ്പ് കിട്ടിയത്. നന്നായിട്ട് പ്രാർത്ഥിച്ചോണേ. ഞാനും പ്രാർത്ഥിച്ചുന്നുണ്ട്, നന്നായിട്ട് പ്രാർത്ഥിച്ചുന്നുണ്ട്. പിന്നെ സ്വർഗത്തിലിരുന്ന് എന്റെ കുഞ്ഞുവനെയും പ്രാർത്ഥിച്ചുന്നുണ്ട്. ഒന്നും മിണ്ടാതിരിക്കു കുട്ടിമണി.
സ്വർഗത്തിലെ കുഞ്ഞുമണിയുടെ പ്രാർത്ഥനയൊന്നും എന്റെ കുഞ്ഞിന് വേണ്ട. ആരുടെയും പാത്രന വേണ്ടെന്ന് പറയില്ല. അമ്മ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. എല്ലാവരുടെയും പാത്രന നമുക്ക് വേണം. ഓ, ഒരു പ്രാർത്ഥനക്കാരി. സ്വർഗത്തിലിരുന്ന് നിന്റെ കുഞ്ഞ് പ്രാർത്ഥിക്കുന്നതേ ഈ കുഞ്ഞിനെ കൂടി അങ്ങോട്ട് കെട്ടിയെടുക്കാനായിരിക്കും. അപ്പൊ പിന്നെ ഒരു കൂട്ടാവൂല്ലോ. കലയെ നിർത്ത്. ഇത്തരം വർത്താനം കേട്ടിട്ട് തന്നെ എനിക്ക് പേടിയാവുന്നു. എന്റെ കുഞ്ഞുമണി പാത്രിച്ചാ ഈ കുഞ്ഞുമണിച്ച് നല്ലതേ വരൂ. കുഞ്ഞുമണി 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 ഒന്ന് നിർത്തുന്നുണ്ടോ? ശബ്ദം വെച്ചപ്പോ ഓ നിന്ന് കീറ്റുന്നു. നിന്റെ കാര്യത്തില്ലേ കൊച്ചേച്ചി? നിന്റെ കണ്ണിടിച്ച് പൊട്ടിച്ചെന്നാ. എന്റെ പൊന്നു കുട്ടിമണി, കുട്ടിമണി ഒന്ന് അപ്പുറത്തേക്ക് പോ. മനുഷ്യനിവിടെ തലയ്ക്ക് തീ പിടിച്ച് നിക്കുക. ഇനി അതേ കേറി ഞാന്നു. വല്യേച്ചിയുടെ തലയ്ക്ക് തീ പിടിച്ചെങ്കിലേ ഞാൻ വെള്ളം കോരി ഒഴിച്ചോളാം. നീ നിന്റെ പാട് നോക്ക്. തല പൊള്ളിയ വല്യേച്ചി. വേണമെങ്കിൽ ഈ കുഞ്ഞാവെ ഞാൻ എടുക്കാം കൊറേ നേരം. അയ്യോ, ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കാതിരുന്നാ മതി കുട്ടിമണി. പോ, അപ്പുറത്തെങ്ങാനും പോയിരുന്ന മാല കോർത്തോ. മാലച്ചേ പൂ കൊണ്ടുവന്നില്ല. അതെ, നിന്റെ മനസ്സിൽ ഞാൻ തോവാളയിലോട്ട് പോയിട്ടുണ്ട് 2 ലോറിയും കൊണ്ട് നിറച്ച് പൂ കൊണ്ടുവരാൻ. എന്നാ ചേച്ചി? എന്നാ സവാള? എന്റെ കലമോളെ ഒന്ന് പറഞ്ഞു വിട പ്ലീസ്. നീ പോ, അകത്ത് പോയി മാല ഓർക്ക്. പോണോ ചേച്ചി? എന്റെ പൊന്നു കുട്ടിമണി ഒന്ന് പോ. കൃഷ്ണ ജന്മം. പെറ്റമ്മയും പോറ്റമ്മയും, ചുറ്റും ശത്രുക്കൾ. ശത്രുക്കളല്ല, ശത്രു. കുട്ടിമണി, ഒന്ന് സൂക്ഷിച്ചോ. കുഞ്ഞിനെ കൈവിട്ട് പോകുമെന്ന് അവര് തറപ്പിച്ചു പറഞ്ഞത് കേട്ടില്ലേ? ഓ, ഞാൻ അവരുടെ നാക്ക് ശ്രദ്ധിച്ചായിരുന്നു. കരി പോലെ കറുത്ത നാക്ക. പറഞ്ഞ കാര്യം അച്ചിട്ട. അയ്യോ കലേ, ഒന്ന് മിണ്ടാതിരിക്ക. ചേടാ, ഞാൻ സീതയുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ പറയുന്നത്. ഓ ഓ ഓ ഇങ്ങോട്ട്. കുട്ടി, തങ്കക്കുടം പോലെ ഇരിക്കുന്ന ഈ കൊച്ചിനെ സീതയടുത്തേക്ക് നഷ്ടപ്പെടുക എന്ന് വെച്ചാ, വേറൊരാള് വളർത്തുക എന്ന് വെച്ചാ, ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. എന്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. കൊടുക്കണ്ട, എടുത്തോളൂ. എടുത്തോളൂ എന്നോ? ആര്? കുട്ടിമണി, അല്ലാതാരാ? കുഞ്ഞിനോടുള്ള ദേഷ്യം മാറി കുട്ടിമണിക്ക് പെട്ടെന്ന് സ്നേഹം വരാനുള്ള കാരണം എന്താ? എന്താ? എന്തായാലും അത് ബുദ്ധിയില്ലാത്തവളുടെ ബുദ്ധിയല്ല, പിന്നിൽ നിന്ന് ആരോ ഉപദേശിച്ചു കൊടുത്ത ബുദ്ധി. ഒന്നുകിൽ അവളുടെ ഭർത്താവിന്റെ ബുദ്ധി, അല്ലെങ്കിൽ ആ കള്ളന്റെ ബുദ്ധി. കലേ, എന്താണെന്ന് വെച്ചാ തെളിച്ച് പറയ. ഞാൻ തെളിച്ച് പറഞ്ഞാലും കുഴപ്പം, പറയാതിരുന്നാലും കുഴപ്പം. കല പറയ. കുട്ടിമണി ഇപ്പോ പല തവണയായിട്ട് കുഞ്ഞിനെ ചോദിച്ചില്ലേ? ചോദിക്കുന്നില്ലേ? എന്തിനാ അത്? കുഞ്ഞിനോട് സ്നേഹമാണെന്ന് വിശ്വസിപ്പിച്ച് ഒന്നുകിൽ ഉപദ്രവിക്കാൻ, അല്ലെങ്കിൽ ഇതിനെ മോഷ്ടിച്ചോണ്ട് പോവാൻ. മോഷ്ടിച്ചോണ്ട് പോവാനോ? അതെ, മോഷ്ടിച്ചോണ്ട് പോവാൻ. കുട്ടിമണിക്ക് ഒരു കുഞ്ഞിനെ കിട്ടുകയും ചെയ്യും, അവളുടെ ഭ്രാന്ത് മാറുകയും ചെയ്യും. മിക്കവാറും ഇത് തന്നെയാവും ഐഡിയ. ആ കള്ളൻ പിച്ചളയുടെ വകയാവും സ്കെച്ച്. വേണ്ട, അയ്യോ വേണ്ട, എനിക്ക് ജീവനുള്ളപ്പോ ഇതൊന്നും സംഭവിക്കത്തില്ല. സംഭവിക്കരുത്. ദേ സീതേടത്തി, നമ്മൾ എപ്പോഴും കണ്ണും കാതും തുറന്നിരിക്കണം, എപ്പോഴും. ആ ആ ശത്രുക്കള് പല രൂപത്തിലും വരും. ഭൂതനയായും ശകടാസുരനായും ഒക്കെ. സൂക്ഷിക്കണം. സൂക്ഷിച്ച ദുഃഖിക്കണ്ട എന്നല്ലേ? അതേറ്റു. സീതയടത്തിയുടെ മനസ്സ് ഇനി ചൂട്ടുപോലെ എരിയും. എനിക്ക് സ്വസ്ഥതയില്ലാത്തപ്പോ ആർക്കും സ്വസ്ഥത വേണ്ട. മതികല വീണ ഈ വയലോരം വീടിനെ തവിട് പൊടിയാക്കും, തീർച്ച.
ആ കുട്ടു, ആ നമുക്ക് ഈ കിങ്ങിണി പാവയെ മാറ്റി ഒരു പുത്തൻ പാവയെ വാങ്ങിച്ചാലോ? ആ വേണ്ട വേണ്ട. ഈ കിങ്ങിണി പാവച്ചെന്നാ കുഴപ്പം? കിങ്ങിണി അങ്ങനെ കളയാനൊന്നും പറ്റത്തില്ല. കുഞ്ഞോണി ഇല്ലാതായപ്പോ എനിക്ക് കിങ്ങിണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കിങ്ങിണിയെ കളയണ്ട. ആ കിങ്ങിണിക്ക് കൂട്ടായിട്ട് വേറൊരു പാവയെ കൂടി മേടിച്ചാലോ? ആരൊന്നും വേണ്ട. കിങ്ങിണി മാത്രം മതി ഈ വീട്ടില്, എനിക്ക് മാത്രായിട്ട്. ആ ഓ, സമ്മതിച്ചേ, കിങ്ങിണി മാത്രം മതി. ആ അല്ല മനുഷ്യ, ഞാൻ നോക്കുവായിരുന്നേ. എന്താ ഓർത്തത്? ഇപ്പൊ നാളെ ഇവിടുത്തെ കുഞ്ഞാവരെ പേരിടലല്ലേ? പുട്ടൻ പേരിടുവല്ലോ. ആ, കുഞ്ഞുവാവയ്ക്ക് നല്ല സുന്ദരം പേരിടും. പിന്നെ ആ പേരിലാണ് നമ്മൾ വിളിക്കുന്നത്. അല്ല മനുഷ്യ, എന്നോട് ചോദിച്ചാലാണല്ലോ എനിക്ക് 3 മണീന് പേരിട്ടത്. ആ എന്നാ? എന്റെ കുട്ടു, നമ്മളോട് ചോദിക്കാതെ ചെയ്യാവുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ആ എന്നാ? നമ്മുടെ പേരിടൽ. ഇപ്പൊ തന്നെ ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിനെന്ന് പേരിട്ടത് ഞാൻ അറിഞ്ഞോ? ആ എന്നാ അറിയാത്തെ? എടി, അതങ്ങനെ അറിയാൻ പറ്റത്തില്ലെന്നേ. എടാ, അതെന്നാ അറിയാൻ പറ്റത്തെന്നല്ല ഞാൻ നിന്നോട് ചോദിച്ചേ. അതിന് നിനക്ക് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ എന്നാ? അതല്ല. എന്നോന്നല്ലാന്ന് നിനക്ക് നല്ല കടി തന്നാലേ നീ പറയത്തുള്ളൂ അല്ലടാ. നിന്നെ ഞാൻ നിന്നെ അങ്ങോട്ട് എന്തൊരു പല്ലാടി ഇത്, പേപ്പട്ടിയെ പോലെ. ഇനി എന്താടാ നീ അറിയാതെ പേരിട്ടെന്ന് പറയടാ. എടി, നിനക്ക് 3 മണിന്ന് പേരിട്ടത് നീ എന്താടി അറിയാത്തത്? എനിക്കറിയത്തൊന്നുമില്ല. ഞാൻ അന്നേരം ഒങ്ങുമായിരുന്നു. ഞാൻ ഒങ്ങിക്കിടക്കുന്ന സമയത്താ പേരിട്ടത്. ഞാൻ ഒന്നപ്പോഴേക്കും പേരായി പോയി. അല്ലെങ്കിൽ ഞാൻ അന്നേരം പറഞ്ഞേ എനിക്കാ പേര് വേണ്ടാന്ന്. ഓഹോ, 28 ദിവസം പ്രായം ഉണ്ടായിരുന്നപ്പോ നീ പറയുമായിരുന്നോ ഈ പേര് വേണ്ടാന്ന്? ആ, ഞാൻ പറയും. മനുഷ്യനറിയാവോ, ഞാൻ ജനിച്ചപ്പോഴേ സമ്മാനിച്ച ആളാ. ജനിച്ചു വീണ ഉടനെ നീ സമ്മാനിച്ചു അല്ലേ? ആ, ഞാൻ സമ്മാനിച്ചു. നീ എന്തോന്നാ സമ്മാനിച്ചേ? അത് പിന്നെ ഞാൻ ജനിച്ചു വീണപ്പോ എല്ലാരും നോക്കി ഗുഡ് മോർണിംഗ് പറഞ്ഞു. ജനിച്ചു വീണ ഉടനെ മുമ്പിൽ നിന്നവരെ നോക്കി നീ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു അല്ലേ? ഭയങ്കരം തന്നെ. നീ ഇത്ര വലിയൊരു ഭയങ്കരിയാണെന്ന് എനിക്കറിയാൻ മേലായിരുന്നു കേട്ടോ. ഇപ്പോഴെങ്കിലും നീ അത് പറഞ്ഞല്ലോ, സമ്മതിക്കണം കേട്ടോ. എന്താ പെട്ടെന്ന് മുഖത്ത് വെയിൽ വാങ്ങിയത്? അല്ല മനുഷ്യ, ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഓർക്കുവായിരുന്നേ. ഇത്തിരി മുമ്പേയും കൂടി ഓർത്തു, ഇപ്പയും ഓർക്കുവാനേ. എന്തോന്നാ പറ കിട്ടൂ? അല്ല, നമ്മുടെ കുഞ്ഞോനെ ഉണ്ടായിരുന്നെങ്കിലേ നാളെ അവക്കും നമുക്ക് സ്വർണ്ണ കെട്ടായിരുന്നല്ലേ. കുട്ടു എന്തിനാ സങ്കടപ്പെടുന്നേ? ദൈവം നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം വിധിച്ചിട്ടില്ല. നമുക്കിനി കുഞ്ഞുങ്ങളുണ്ടാവുമായിരിക്കും. അപ്പൊ നമുക്ക് പേരിടിൽ നടത്തി വലിയൊരു പൊന്നരഞ്ഞാണം കേട്ടോ കേട്ടോ. ഇനിയും കുഞ്ഞുണ്ടായ അത് കുഞ്ഞുനെ ആവത്തില്ലല്ലോ. കുഞ്ഞുനെ ദൈവം ഷോർട്ട് കൊണ്ടുപോയില്ലേ. ദൈവമേ, കുട്ടിവനെയാണേ. ഒരു കാര്യം എത്രേ പറയാൻ വേണ്ടി വിളിച്ചാണേ കേട്ടോ. അതെ, ഇവിടുത്തെ കുഞ്ഞാവേരെ വയലോര വീട്ടിലെ കുഞ്ഞാവേരെ പേരിടില് നാളെയാണേ. അപ്പോ ഇവിടുത്തെ കുഞ്ഞു വെച്ച് സ്വർണ്ണ കെട്ടും. അപ്പോ എന്റെ കുഞ്ഞുവിന് ദൈവത്തിന്റെ അടുത്തല്ലേ ഉള്ളേ. അപ്പോ നാളെ അവരെ വെച്ച് അവക്ക് ഒരു പൊന്നാനം കെട്ടണേ. ഇല്ലെങ്കിൽ അവക്ക് സങ്കടാവും. കുട്ടു, നമ്മുടെ കുഞ്ഞുമണിയുടെ പേരിടിയില് സ്വർഗത്തിൽ നടക്കും. ദൈവം മടിയിലെടുത്ത് പേരിടും. ദൈവം ചെവിയിൽ പേര് വിളിക്കും. ദൈവം അവക്ക് പൊന്നരഞ്ഞാണം കെട്ടും. പോരെ, എന്റെ കുട്ടുവിന് സന്തോഷമായില്ലേ? സന്തോഷ. എന്നാലും ഞാനും മനുഷ്യനവിടെ ഇല്ലല്ലോ. അച്ഛൻ അമ്മ അവിടെ പോവല്ലോ അല്ലേ? പോവും, അച്ഛയമ്മയും പോവും കുട്ടു. വല്യേട്ടൻ, ആഹാ, ഇവിടെ ഉണ്ടായിരുന്ന രണ്ടുപേരും. ഇതെന്നാ വല്യേട്ട കവരയില്? തുണിയാണോ? കുഞ്ഞാച്ചല ഉടുപ്പല്ലേ? ഇതെന്റെ കുട്ടിമണിക്കുള്ള പുത്തനുടുപ്പാ.
എനിക്ക് വലിയ ഉടുപ്പ് വാങ്ങിച്ച് പിടിച്ചേ. കുറെ കാലമായില്ലേ വലിയേട്ടൻ കുട്ടിമണിക്ക് എന്തെങ്കിലും മേടിച്ചു തന്നിട്ട്. മറന്നിട്ടല്ല മോളെ, അങ്ങനെയൊക്കെ അങ്ങ് പറ്റിപ്പോയി. എന്തായാലും നാളത്തെ ചടങ്ങിന് വലിയേട്ടന്റെ കുട്ടിമണി ഈ പുത്തൻ ഉടുപ്പിട്ട് വേണം വരാനായിട്ട്. എനിക്കങ്ങ് സന്തോഷായി. എനിക്ക് പുതിയ ഉടുപ്പ് നല്ല മന. പിന്നെ വലിയതിന് എന്റെ മനുഷ്യനും എനിക്ക് ഇങ്ങനെ വാ 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 നമുക്ക് പുതിയ ഉപ്പ് നോക്കാം. സീതയെടുത്തി ബാലേട്ടനൊരു ടെക്സ്റ്റൈൽ പാക്കറ്റുമായിട്ട് വന്നായിരുന്നോ? ആ, നാളെ ചടങ്ങിലിടാനുള്ള പുതുവസ്ത്രം വല്ലോ ആയിരിക്കും. എന്ന് സീതയെടുത്തി കരുതി. പക്ഷെ അത് കൊടുത്തത് കുട്ടിമണിക്കാ. കുട്ടിമണിക്കുള്ള പുതുവസ്ത്രം. വലിയച്ചേ ഇതേടാ എന്റെ പുത്തൻ ഉടുപ്പ്. എനിക്ക് വലിയത്തെ കൊണ്ട് തന്നെ പണ്ടേ അച്ഛായിരുന്നു എനിക്ക് എല്ലാം വാങ്ങിച്ചോണ്ട് തന്നെ. പിന്നെ മനുഷ്യൻ മേടിച്ചു തരാൻ തുടങ്ങി. പക്ഷെ മനുഷ്യന്റെ കയ്യില് പൈസ ഇല്ലാത്തോണ്ട് എനിക്ക് പുത്തൻ ഉടുപ്പില്ലായിരുന്നേ. അന്നേരാണ് വലിയ പുത്തൻ ഉടുപ്പ് വാങ്ങിച്ചു തന്നത്. എന്തായാലും ആങ്ങളയ്ക്ക് പെങ്ങളോട് സ്നേഹമായി. സ്വാഭാവികമായി ഉള്ള സ്നേഹം മുഴുവൻ ഒരു വശത്തേക്ക് ഒഴുകി പോകുമ്പോ സീതയെടുത്തോട് സ്നേഹം കുറയും. എന്താ കലമോള് പറയുന്നത്? ഞാനൊന്നും പറഞ്ഞില്ല. വല്യേട്ടൻ പെങ്ങൾക്ക് ഒരു പുത്തൻ ഉടുപ്പ് കൊണ്ട് കൊടുത്തു എന്ന് പറയുമായിരുന്നു. വല്യേട്ടാ, ഞാനേ ഇത് ഇവരെയൊക്കെ കാണിച്ചായിരുന്നേ. ഈ വലിയച്ചയും കൊച്ചേച്ചിയൊക്കെ പുത്തൻ ഉടുപ്പ് കാണിച്ചായിരുന്നു. ഇനി ഇത് ഞാൻ മനുഷ്യന് ഇട്ട് കാണിച്ചാൻ പോവാ. മോള് ചെല്ല്. ദേ ഇതിട്ട് ചീത്തയാക്കരുത്. കുഞ്ഞു വാവയുടെ പേരിടിൽ നിന്ന് കുട്ടിമണിക്ക് ഇടാനുള്ളതാ കേട്ടോ. ചീത്തയാക്കത്തില്ല. ഇല്ല മനുഷ്യനെ ഇട്ട് കാണിച്ചുമ്പോ മനുഷ്യൻ പറയുന്ന ശൂന്യതയാന്ന്. നിനക്കെന്താ ഒരു വല്ലായ്മ? എന്തെങ്കിലും അസുഖമുണ്ടോ നിനക്ക്? ഓ, സീതയെടുത്തേക്ക് എന്തോന്ന് അസുഖം? അല്ല ബാലേട്ടാ, കുട്ടിമണിക്ക് മാത്രമേ ഡ്രസ്സ് മേടിച്ചോളൂ? വേറെ ആർക്കും മേടിച്ചില്ലേ? വേറെ ആർക്കും മേടിക്കാനാ? ഫസ്റ്റ് ചോദ്യം. കേട്ടോ സീതയെടുത്തിയെ, ഭാര്യയുടെ കാര്യം ബാലേട്ടൻ പൂർണ്ണമായിട്ടും അങ്ങ് മറന്നു. ഭാര്യയുടെ കാര്യം മറന്നിട്ടൊന്നുമല്ല. ഭാര്യയ്ക്ക് ആവശ്യത്തിന് ഡ്രസ് ഉണ്ടല്ലോ, കലമോൾക്കും ഉണ്ടല്ലോ. അയ്യോ, എനിക്കൊന്നും വേണ്ടിട്ട് പറഞ്ഞൊന്നുമല്ല. വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോ ഭാര്യയ്ക്കും കൂടെ ഒരു ഡ്രസ്സ് എടുക്കാമായിരുന്നു. അതായിരുന്നു ഒരു മര്യാദ. അത്രയ്ക്കൊന്നും പോക്കറ്റിന് കനമില്ലായിരുന്നു കലമോളെ. എന്നിട്ട് കുട്ടിമണിക്ക് വില കൂടിയ ഡ്രസ്സായിരുന്നല്ലോ വാങ്ങിച്ചത്. അത്ര വില കൂടിയതൊന്നുമല്ല, 1500 രൂപ വരും. 1500 രൂപയൊക്കെ ബാലേട്ടന് വിലയില്ലാതായോ? എന്തുപറ്റി, ലോട്ടറി അടിച്ചോ? 1500 രൂപയുടെ ഡ്രസ്സ് വാങ്ങിച്ച സ്ഥാനത്ത് 1000 രൂപയുടെ സാരി സീതയെടുത്തേക്കും 500 രൂപയുടെ ഡ്രസ്സ് കുട്ടിമണിക്കുമായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അപ്പൊ ബാലേട്ടൻ ഭാര്യയും പെങ്ങളെയും ഒരുപോലെ കാണുന്നു മനസ്സിലായേനെ. കലമോളിന് ഇതി പിടിച്ച് വഴക്കുണ്ടാക്കാൻ നോക്കണ്ട കേട്ടോ. വഴക്കുണ്ടാക്കാനോ? ഞാനോ? എന്തിന്? ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറയും. എന്റെ ഭർത്താവാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ ഞാൻ ചോദിച്ചേനെ. ഭാര്യ എന്ന നിലയിൽ എനിക്ക് കിട്ടേണ്ടത് കിട്ടണ്ടേ? സീതയെടുത്തേക്ക് പിന്നെ ഏലയുടെ അരികിൽ ഇരുന്നാലും മതിയല്ലോ, അച്ചാറ് പോലെ. അല്ലേ സീതയെടുത്തി? സീതയ്ക്ക് അതൊക്കെ മനസ്സിലാകും. ഈ വീട്ടിൽ ഒരു കുട്ടി എന്ന് പറയുന്നത് ഇപ്പോഴും കുട്ടിമണി തന്നെയാണ്. അവക്കിപ്പോഴും 5 വയസ്സിന്റെ ബുദ്ധിയേ ഉള്ളൂ. അവളെ കുഞ്ഞായിട്ട് കാണണം. എല്ലാ കാര്യത്തിലും അവളെ മുമ്പിൽ നിർത്തണം. എല്ലാം മേടിച്ചു കൊടുക്കണം. അച്ഛൻ്റെ ഒരു ശീലമായിരുന്നു അത്. അച്ഛൻ ഇപ്പൊ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാനത് ചെയ്യുന്നു. സീതേ, നിനക്കതിലെന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? എന്റെ ബാലേട്ടാ, ബാലേട്ടൻ ഇത്ര പൊട്ടനായി പോയല്ലോ. ഭർത്താവ് പെങ്ങൾക്ക് മാത്രം വസ്ത്രം വാങ്ങി കൊടുക്കുന്നത് ഏത് ഭാര്യയ്ക്കാ സഹിക്കാൻ പറ്റുന്നത്? ഇനിയിപ്പ ചെന്ന് ആശ്വസിപ്പിച്ച സീതയെടുത്തി പെട്ടെന്ന് വീഴുമല്ലോ. എന്നാലും നല്ലല്ലേ മനുഷ്യ? വൈകിട്ടും കൊണ്ടുവന്ന ഈ പുത്തൻ ഉടുപ്പ് നല്ലല്ലേ മനുഷ്യ? നല്ലതാ. മനുഷ്യന് സന്തോഷായ? ഒരുപാട് സന്തോഷമായി. നിന്റെ വലിയേട്ടന് നിന്നോട് ഇത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. അല്ലെങ്കിലും വലിയേട്ടനോട് പങ്കെടുത്താ ഉപ്പ് വെച്ച് തരത്തില്ലായിരുന്നേ ഉള്ളൂ.
ഇനിയിപ്പൊ അതും മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പൊ എപ്പോഴും എപ്പോഴും അങ്ങ് മേടിച്ച് തരുവല്ലേ? അങ്ങനൊന്നും പ്രതീക്ഷിക്കരുത് കുട്ടു. എന്നാ പ്രതീക്ഷിച്ചാ? എന്റെ വല്യേട്ടനല്ലേ, അപ്പൊ എനിക്കങ്ങ് മേടിച്ച് തന്നൂടെ? എടി, നിന്റെ വല്യേട്ടൻ ഇപ്പൊ നിന്റെ വല്യേട്ടൻ മാത്രമല്ല. പിന്നെ ആരാ? വേറെ ആരുടെയെങ്കിലും കൂടെ വല്യേട്ടനാണോ? എടി, നിന്റെ വല്യേട്ടൻ ഒരു ഭർത്താവാണ്, ഒരു കുഞ്ഞിന്റെ അച്ഛനാണ്. പുള്ളിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ ഉണ്ട്. എന്നാ അബദ്ധങ്ങളാ? അബദ്ധങ്ങളല്ല, പ്രാരാബ്ദങ്ങൾ. പല പ്രാരാബ്ദങ്ങളും ഓരോരോ അബദ്ധങ്ങളിൽ നിന്ന് സംഭവിക്കുന്നതാണ്. എന്നാ മനസ്സിലായില്ല? നീ എനിക്ക് മനസ്സിലാവുന്നത് മാത്രം ശമാരിച്ചാ മതി. നീ വലിയ ബുദ്ധിയുള്ളവനാണെന്ന് ശമാരിച്ചങ്ങോട്ട് കാണിച്ചെന്നാ. അപ്പൊ എനിക്ക് മനസ്സിലാവാത്ത കാര്യം ശമാരിച്ച നിന്റെ നാക്ക് വെട്ടിയെടുത്ത് ഞാൻ ഉപ്പിലിടും. അന്നേക്കാം. എന്റെ ദൈവമേ, നീ നാക്ക് വെട്ടുകയും മൂക്ക് ചെത്തുകയും ഒന്നും വേണ്ട കേട്ടോ. ഞാൻ പറഞ്ഞത് നിന്റെ കാര്യം മാത്രം നോക്കിയാ പോരാ. നിന്റെ വല്യേട്ടന് വല്യേച്ചിയുടെ കാര്യം നോക്കണം, കുഞ്ഞിന്റെ കാര്യം നോക്കണം. അതിന്റെ കൂടെ എന്റെ കാര്യം കൂടെ അങ്ങോട്ട് നോക്കിയാ പോരെ? നല്ല ഉടുപ്പല്ലേ എന്ത് ചെയ്യുന്നുണ്ടല്ലേ? ഇത്തിരി മുന്നേ വരെ എന്നാ പറഞ്ഞ ഉടുപ്പായിരുന്നു. അതിട്ട ഞാൻ കുറ്റിപ്പണിയേ അല്ല, വേറെ ഏതാണ്ടൊരു ജീവിയെ പോലെ. ഇപ്പൊ നിനക്ക് എന്ത് തോന്നുന്നു? ഇപ്പൊ ഞാൻ പയ്യെ കുറ്റണിയായി, വയലോരം വീട്ടിലെ പയ്യെ രാജകുമാരിയായി. കണ്ടില്ലേ കണ്ടില്ലേ മനുഷ്യ, ഞാൻ മിടിക്കായില്ലേ? മിടിക്കായി കേട്ടോ, സമ്മതിച്ചു. ഒരു കാര്യം കുട്ടു പറഞ്ഞത് കറക്റ്റാ. കുട്ടിമണി രാജകുമാരി ആവണമെങ്കിൽ ഈ വേഷം തന്നെ വേണം. നീയല്ലേ എന്നെ ആ പന്ന ഉടുപ്പിരിപ്പിച്ച? ഇനിയിപ്പൊ ഞാൻ തിരത്തില്ല, പറഞ്ഞേക്കാം കേട്ടോ. ഇനി എന്നെ ആ ഉടുപ്പിരിച്ചാൻ വന്ന ഞാൻ നിന്റെ ഉടുപ്പെല്ലാം കൊണ്ടിട്ട് അങ്ങ് കത്തിച്ചു കളയും. നിന്റെ എല്ലാ ഉടുപ്പ് എടുത്ത് കത്തിച്ചു കളയും. ആരും അങ്ങനെ ഉടുപ്പിടണ്ട. അയ്യോ, കത്തിക്കണ്ട. ഇനി നീ ഇതിട്ടാ മതി. പക്ഷെ എനിക്കൊരു ഉറപ്പ് തരണം. എന്താ ഓർക്കേണ്ടത്? ഉറയ്ക്കണമെന്നല്ല, ഉറപ്പ് തരണമെന്ന്. തന്നിരിക്കുന്നു. ഇനി എന്താന്ന് വെച്ചാ പറ മനുഷ്യ. നീ പണ്ടത്തെ പോലെ ചിരിച്ചു കളിച്ച് നല്ല സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ. എനിക്ക് സന്തോഷമായിട്ടൊക്കെ ഇരിക്കാൻ അങ്ങനെ തോന്നുന്നുണ്ട് മനുഷ്യ. പക്ഷേങ്കി ചില നേരത്തെ എന്റെ മനസ്സിലോട്ട് സങ്കടവും ദേഷ്യത്തോട് ഒരുമിച്ച് കയറി വരും. അവന്മാരോട് രണ്ടുപേരോടും ഇറങ്ങി പോവാൻ പറഞ്ഞ പോകത്തില്ല. അവന്മാര് രണ്ടും മനസ്സിലിരുന്ന് കുത്തിക്കൊണ്ടിരിച്ചു. ആദ്യം സങ്കടം കുത്തും, പിന്നെ ദേഷ്യം കുത്തും, പിന്നെ സങ്കടം കുത്തും, പിന്നെ ദേഷ്യം കുത്തും. അപ്പൊ എനിക്ക് ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ അങ്ങ് വരും. അതാ കുഴപ്പം. കുട്ടു, ഇനി സങ്കടവും ദേഷ്യവും വരുമ്പോ അവന്മാരോട് പറയണം, എടാ സന്തോഷമേ, നീ മാത്രം ഇങ്ങോട്ട് കേറി വന്നാ മതിയടാ എന്ന് പറയണം. എന്റെ കുട്ടിമണിയുടെ മനസ്സിൽ എപ്പോഴും സന്തോഷം മാത്രം മതി. സങ്കടവും വേണ്ട, ദേഷ്യവും വേണ്ട, ഇരുട്ടും വേണ്ട. ഒരു വിളക്ക് കത്തിച്ചു വച്ചതുപോലെ കുട്ടിമണിയുടെ മനസ്സിനുള്ളിൽ എപ്പോഴും പ്രകാശം മാത്രം മതി കേട്ടോ. ഞാൻ വിളക്കൊക്കെ കത്തിച്ചു വെച്ചോളാം, പക്ഷേ ആരും വന്ന് ഊതി കെടുത്താതിരുന്നാ മതി. ഇത്രയൊക്കെ സംസാരിക്കാറായോ? ആരും ഊതിക്കെടുത്താതെ മനസ്സിജൻ ഈ രണ്ട് കൈ കൊണ്ടും മനസ്സിലെ സന്തോഷം കെടാതെ സൂക്ഷിക്കും കേട്ടോ. സീതേ, ബാലേട്ടൻ എന്നെ ആശ്വസിപ്പിക്കാനൊന്നും ശ്രമിക്കണ്ട. സ്വർണം മേടിച്ചപ്പോ തന്നെ പോക്കറ്റ് കാലിയായിരുന്നു. കാശില്ലാത്തോണ്ടാണോ പുതിയ ഡ്രസ്സൊക്കെ എടുത്തോണ്ട് വന്നേ? അതൊരു 1500 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. കല പറഞ്ഞതുപോലെ ബാലേട്ടൻ ഇപ്പൊ 1500 രൂപയൊന്നും ഒന്നും ഇല്ലാതായി. എന്തുമാത്രം കടത്തി മുങ്ങിയ നിൽക്കുന്നറിയാലോ. 1500 രൂപ കൊണ്ട് എന്റെ കടമൊക്കെ തീരുവോ? എടി, അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഒരു വലിയ ഭാരം എന്റെ തലയിരിക്കുന്നത്, അതിന്റെ കൂടെ ഈ ചെറിയൊരു ഭാരം കൂടി. ബാലേട്ടന്റെ കാര്യത്തിൽ എപ്പോഴും ബാലേട്ടന് ന്യായമുണ്ട്. അത് ഉദാഹരണങ്ങളും ഉപമകളും കൊണ്ട് സമർത്ഥിച്ച് വിജയിക്കുകയും ചെയ്യും. ഇപ്പൊ നീ ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യം എന്താ? കുട്ടിമണിക്ക് ഉടുപ്പ് മേടിച്ച 1500 രൂപയ്ക്ക് ഇവിടെ എന്താ മല മറിക്കുമായിരുന്നോ? അതൊന്നും എനിക്കറിയില്ല. കടത്തിൽ മുങ്ങി നിൽക്കുമ്പോ ഇതൊരു അനാവശ്യമായ ചെലവാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. നിർത്തി നന്ദി കേട്ടവളെ. നാളത്തെ ചടങ്ങിന് പൊന്നരഞ്ഞാണം വാങ്ങാൻ പണം തന്നത് ആരടി? നമ്മൾ ചോദിച്ചൊന്നുമില്ലല്ലോ. മനസ്സിന്റെ കാശ് വാങ്ങാനായിട്ട് എനിക്ക് താല്പര്യവും ഇല്ലായിരുന്നു. അവരുടെ കുഞ്ഞിന് സ്വർണം വാങ്ങിക്കാൻ വെച്ചിരുന്നതാണെന്ന് കേട്ടപ്പോ ബാലേട്ടന്റെ സെന്റിമെന്റ്സ് അങ്ങനെ അളിയന്റെ കയ്യിൽ നിന്ന് മേടിച്ചു. പിന്നെ ആര് സഹായിക്കാനാടി? ഞാൻ നകുലേട്ടനോട് പറഞ്ഞ് പുറത്തുനിന്ന് കുറച്ച് പൈസ അറേഞ്ച് ചെയ്തേനെ. ഓ, മുറച്ചിറങ്ങനെ പിന്നെ ഒരുപാട് സമ്പത്തുണ്ടല്ലോ. പുറത്തൊക്കെ നല്ല കോണ്ടാക്ട്സും ഉണ്ട്. നീ പറഞ്ഞ ആരെ കൊന്നിട്ടായാലും അവൻ കാശ് കൊണ്ട് തരികയും ചെയ്യും. പക്ഷേ എനിക്ക് ആ കാശിന്റെ ആവശ്യമില്ല. ബാലേട്ടൻ ഒരുമാതിരി അർത്ഥം വെച്ച് സംസാരിക്കരുത് കേട്ടോ.
അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച കാശിന് പൊന്നരിഞ്ഞാണം വാങ്ങി എന്റെ കുഞ്ഞിനെ കെട്ടിയെന്ന് നെഞ്ചു വിരിച്ചു നിന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. എന്റെ കുഞ്ഞിന്റെ അരയിൽ ആ അരഞ്ഞാണം കിടക്കുന്നിടത്തോളം എനിക്ക് പൊള്ളിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ പണം തിരിച്ചു കൊടുക്കണം. അതും കടത്തിന്റെ പട്ടികയിൽ ബാലേട്ടൻ എഴുതി വെച്ചാ മതി. അതല്ലാതെ അളി എന്റെ സഹായത്തിലൊന്നും കൂട്ടണ്ട. നീ ഇപ്പോ ഈ സംസാരിക്കുന്നതിന് പിന്നിൽ എന്താണെന്ന് എനിക്കറിയാവിടെ. കുട്ടിമണിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തതിന്റെ പ്രശ്നം, നിനക്കൊന്നും വാങ്ങാത്തതിന്റെ ദേഷ്യം. ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ. നിനക്ക് എങ്ങനെ ഇങ്ങനെ മാറാൻ കഴിയുന്നു സീതെ? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നീ. എനിക്കും എന്റേതായ അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ ഉണ്ടെന്ന് ഞാൻ ബാലേട്ടനോട് പറഞ്ഞിട്ടില്ലേ? അപ്പോ ഞാനും എന്റെ കുഞ്ഞും എന്റെ ഭർത്താവും, അതിലേക്ക് വേറെ ആരും വലിഞ്ഞുകയറി വരുന്നത് എനിക്കിഷ്ടമല്ല. ഇവിടെ ആര് വലിഞ്ഞു കയറി വന്നെന്നാ നീ പറയുന്നത്? ഞാനൊന്നും പറയുന്നില്ല. പിന്നെ ബാലേട്ടൻ ചെയ്യുന്നതെല്ലാം കണ്ട് ഞാൻ വെറും മണ്ടിയെ പോലെ ചിരിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാലേ അത് നടക്കത്തില്ല. കുട്ടിമണിക്ക് ഉടുപ്പ് വാങ്ങിച്ചതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനൊന്നും മിണ്ടാതെ ഒരറ്റത്തിരുന്നോണം. എന്നും അങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ ഈ രാത്രി ഇറങ്ങിപ്പോ, എന്നിട്ട് നിനക്കൊരു സാരി വാങ്ങിച്ചോണ്ട് വരാം. അപ്പൊ നിന്റെ പ്രശ്നമെല്ലാം തീരുമല്ലോ. ഒരു സാരിയുടെ പ്രശ്നം അല്ലല്ലോ ബാലേട്ട ഇത്. ചില വേർതിരിവുകൾ കാണുമ്പോ മനസ്സിലൊരു വിഷമം വരും, അത്രേ ഉള്ളൂ. നശിക്കാനെ കൊണ്ട് ഇങ്ങോട്ട് കേറി വന്ന ആ നിമിഷം മനുഷ്യന്റെ സ്വസ്ഥത പോകും. ഞാൻ കാരണം ബാലേട്ടന്റെ സ്വസ്ഥത പോകണ്ട. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നാളെ നല്ലൊരു ചടങ്ങ് നടക്കാൻ പോവാ. അതിന്റെ ഇടയിൽ സംസാരിച്ച് പ്രശ്നം മറ്റുള്ളവരെ കേൾപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇതിപ്പോ മനസ്സിനും കുട്ടിയും കേട്ട് കാണുമല്ലോ. നാളെ അവളിനി അത് ഇടുവെന്ന് കണ്ടറിയണം. അത്രയ്ക്കൊച്ചയായിരുന്നല്ലോ. ഞാൻ ഒച്ചയെടുത്ത് സംസാരിച്ചൊന്നുമില്ല. ബാലേട്ടനാണല്ലോ ഒച്ചയെടുത്ത് സംസാരിക്കുന്നതും ഏത് ചെറിയ കാര്യത്തിൽ വഴക്കിടുന്നതും. ഞാൻ ചോറ് വിളമ്പി വെക്കാം, ബാലേട്ടൻ വന്ന് കഴിക്കാൻ നോക്ക്. എന്തിന്? എങ്ങനെയും പിണ്ടച്ചോറ് ഉരുട്ടി കിട്ടിയാൽ മതി എന്ന് നോക്കിയിരിക്കുക. ചോറുണ്ണാൻ എനിക്ക് ചോറും വേണ്ട, ഒന്നും വേണ്ട. ആഹാരത്തോട് നിന്ന വേണ്ട ബാലേട്ട. എന്നോടുള്ള വെറുപ്പ് എന്തിനാ ആഹാരത്തിനോട് കാണിക്കുന്നത്? ഞാൻ എന്തായാലും വിളമ്പി വെക്കാം, ബാലേട്ടന് വേണമെങ്കിൽ കഴിക്കും. എനിക്ക് കുഞ്ഞിന് പാല് കൊടുത്ത് ഉറക്കാനുള്ളതാ. ചടങ്ങിന്റെ ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. എന്നാ ലക്ഷണോ? ഇന്നെന്നാ കുഞ്ഞിന്റെ കല്യാണമാണോ? 4 നില പന്തലിട പേരിടില്ലല്ലേ? ആ, എന്നാലും ഒരു കുരുത്തോല പന്തലെങ്കിലും ഇടാമായിരുന്നു. അല്ല, എന്തൊക്കെ പറഞ്ഞാലും ഒരു ആഘോഷമല്ലേ? പിന്നെ അല്ലാതെ ഒരു കുഞ്ഞിന്റെ ജീവിതത്തിലെ ആദ്യത്തെ ചടങ്ങല്ലേ, ഒരു ഷഹീന പന്തലെങ്കിലും ഇടാമായിരുന്നു. എന്റെ അമ്മേ, ഷഹീനയല്ല ഷമീന. ഓ, ഷാമിയാന. വിവരക്കേട് പറയാൻ വാ തുറന്നാൽ ഞാൻ നാക്കർത്തളെ. അതെന്ത് കുന്തെങ്കിലും ആട്ടെ, അത് ഒരു 10-15 പ്ലാസ്റ്റിക് കസേരകളും ഉണ്ടായിരുന്നെങ്കിൽ വരുന്നവർക്ക് കയറി ഇരിക്കാമായിരുന്നു. ഓ, അതിനിപ്പോ ആര് വരാനാ? നമ്മളൊക്കെ അല്ലേ ഉള്ളൂ. ബന്ധുവലുള്ള വീട്ടിലേക്കായിരുന്നു പെണ്ണിനെ കെട്ടിച്ചു വിടാൻ. ഓ, നിങ്ങൾ ഇവിടെ നിന്ന് ചിലക്കാതെ. നമ്മൾ ഇവിടെ വന്നത് ചടങ്ങ് നടത്താനല്ലേ, ചടങ്ങ് കലക്കാനൊന്നും അല്ലല്ലോ. ഈ നകുലണ്ണൻ എന്തിന്റെ കുഴപ്പം? ഇവിടെ കാര്യമല്ലേ പറഞ്ഞുള്ളൂ. ഞങ്ങൾ ആരെങ്കിലും വഴക്കുണ്ടാക്കിയോ? ഒരു കാര്യവും പറയണ്ട. ചടങ്ങിൽ പങ്കെടുക്കുക, കൊച്ചിന് വാങ്ങിച്ചോണ്ട് വന്ന സാധനങ്ങൾ കൊടുക്കുക, തിരിച്ചു പോവുക. മനസ്സിലായോ? എന്നാലും നീ ആ കൊച്ചിന് കൊടുക്കാൻ എന്താ വാങ്ങിച്ചതെന്ന് ഞങ്ങളെ കാണിച്ചില്ലല്ലോ. ആ, അതെന്റെ പോക്കറ്റുണ്ട്. കാൽത്തളയും 2 വളയും. അത് നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നിന്റെ പെറ്റതള്ളയല്ലേ, ഞാൻ അറിയണ്ടേ? അറിയണ്ട. ഇപ്പോ ഇടമ്പ കണ്ടാ മതി. നകുലണ്ണ, ഒരു വള ഞാൻ ഇടാം. ഓ, വേണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാം. വേറെ ആരും ആള് കളിക്കാൻ നിൽക്കണ്ട. ആ, ഓട്ടോയുടെ ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് തോന്നി നിങ്ങളായിരിക്കുമെന്ന്. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വാ. എന്തിയേ ബാലൻ? അകത്തുണ്ട്, മോളെ കളിപ്പിക്കുക. ബാലേട്ടാ, ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട്. ആ, സമയമായില്ലേ ബാല ചടങ്ങിന്? സമയമാകുന്നു. വേറെ ആരെയും വിളിച്ചിട്ടില്ലേ ബാലേട്ടാ? വേറെ ആരെ വിളിക്കാനാ? അല്ലെങ്കിൽ തന്നെ ബാലനാരാ ബന്ധുക്കളായിട്ട്? ഇവിടെ ഉള്ളവരൊക്കെ തന്നെയല്ലേ ഉള്ളൂ. കുഞ്ഞിനെ ഒന്ന് കാണട്ടെ സീത. വാ വാ വാ, അകത്തേക്ക് ഇരിക്കാം. അല്ല, ഇതാരാ? അപ്പൊ ശരി ബാലേട്ടാ, ചടങ്ങിന് സമയമായോ? നേരത്തിന് എത്താൻ പറ്റുമെന്ന് ഞാൻ പേടിച്ചു വരുമായിരുന്നു. നീ എന്തിനാ പേടിക്കുന്നത്? നിനക്കെന്താ ഇവിടെ കാര്യം? മനസ്സിജന്റെ സുഹൃത്താ. അപ്പോ മനസ്സിജൻ പറഞ്ഞിട്ടായിരിക്കും പിച്ചള വന്നത്. അതെ. പിന്നെ നീ എന്തിനാ ഇങ്ങനെ കിടന്ന് തുള്ളുന്നത്? വല്ലവന്മാരെയും കാണുമ്പോഴത്തേക്ക്
ബാലേട്ടനും രവിയേട്ടനും പോലെയാ കുട്ടിമണിക്ക് പിച്ചള. പിച്ചളയെ കണ്ടതിന്റെ സന്തോഷത്തിലാ. ഓ സന്തോഷം, കൊള്ളാം. പ്രായമായ ഒരു പെണ്ണല്ലേ, ഒരാളെ കാണുമ്പോൾ ഓടിച്ചെന്ന് ദേഹത്ത് പിടിക്കാനോ ചെയ്യേണ്ടത്? കുട്ടിമണിക്ക് കുഞ്ഞുങ്ങളുടെ ബുദ്ധിയല്ലേ ഉള്ളൂ. ഓ കുഞ്ഞുങ്ങളുടെ ബുദ്ധിയാ, പക്ഷെ ആനയുടെ ഊര എന്നെ അന്നൊരു പിടുത്തം പിടിച്ചിട്ട്. നീ പിന്നെ എന്നോട് വഴക്കുണ്ടാക്കാൻ വരുവാനാടി? നിനക്ക് വേണോടി നീ ഇടി? കുട്ടിമണി, വഴക്കൊന്നും ഉണ്ടാക്കാതെ. ഇവര് വഴക്കുണ്ടാക്കാൻ വന്നതൊന്നുമല്ല, കുഞ്ഞുവാവയുടെ പേരിടിയിൽ നിന്ന് വന്നതാ. ഭായ് വരുമെന്ന് ഞാൻ കരുതില്ല കേട്ടോ. നമ്മുടെ വീട്ടിലൊരു ചടങ്ങ് നടക്കണല്ലേ ഭായ്. കുഞ്ഞുമണി ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ പേരിടലൊന്നും നടന്നേനെ. നല്ലൊരു ചടങ്ങ് നടക്കാൻ പോകുന്നതിന്റെ ഇടയിൽ നിങ്ങൾ എന്തിനാ ചത്ത കൊച്ചിന്റെ കാര്യം പറയുന്നേ? നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ, ആദ്യം ചടങ്ങ് നടക്കട്ടെ. ബാല, ഞാനൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ, അതേപ്പറ്റി ബാലന്റെ തീരുമാനം എന്താ? എന്ത് കാര്യം? ബാലേട്ടാ, ഞങ്ങൾ അകത്തോട്ട് പോവാം. ചടങ്ങ് നടക്കട്ടെ. വാകട്ടു, നമുക്കേ മുറി പോയിരിക്കാം. ഞാൻ പറ്റില്ല, എനിക്ക് കുഞ്ഞാവച്ച പേരിടുന്ന കാണണം. കാണാം. നമുക്കേ മുറിയിലോട്ട് പോയിട്ട് മനസ്സിന് രഹസ്യം കുട്ടുവിനോട് പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. എന്നാ പരിശോധന മനുഷ്യൻ ആദ്യം പറ, എന്നാലേ ഞാൻ വരത്തുള്ളൂ. എന്നാലേ ഞാൻ വരത്തുള്ളൂ. പറയാൻ കുട്ടുവാ വന്നേ. മനുഷ്യന്റെ കാര്യം എന്നാന്ന് വെച്ചാ ഒന്ന് വേഗം പറഞ്ഞേ. എനിക്ക് കുഞ്ഞാവച്ച പേരിടുന്ന കാണണം. നിങ്ങൾക്ക് എന്തിന്റെ കേടാ? ഓ ഇന്നാവുമ്പോ കൊച്ചിന്റെ ദേഹത്ത് പൊന്നൊക്കെ ഇട്ട് കാണുമല്ലോ, അതുകൊണ്ട് കള്ളന്മാരിങ്ങ് മണത്ത് വരും. നകുലന്റെ പെങ്ങളല്ലേ? അതെ. വകതിരിവ് ഇത്തിരി കുറവാണെന്ന് തോന്നുന്നു. എനിക്ക് വകതിരിവ് ഉണ്ടോന്ന് താൻ നോക്കണ്ട, കള്ളന്റെ കാര്യം നോക്കിയാ മതി. വായടക്കടി, ചിലക്കാതെ ആത്ത് കയറിപ്പൊടി, കയറി പോവാൻ. എന്നെന്തിനാ ഇങ്ങോട്ട് വലിച്ചോണ്ട് വന്നത്? ഞാൻ അവിടെ നിന്നോളാം, അവിടെ നിന്ന് കുഞ്ഞാവയുടെ പേരിടിയിൽ കണ്ടോളാം. അത് വേണ്ട. നമ്മളെ വേണ്ടാത്തടത്ത് നമ്മൾ അധികപ്പറ്റായി നിൽക്കരുത്. അതാദ്യം മനസ്സിലാക്ക്. എന്തോന്ന് അധികപ്പറ്റ? ഞാൻ അവിടെ ഒരു ശരി മാറി നിന്നും കണ്ടോളാം. എനിക്ക് ഒന്നും തിന്നാനും തരണ്ട. ഞാൻ ഒന്നും എടുക്കത്തൂല്ല. ഞാൻ മിണ്ടാതെ അനങ്ങാതെ അവിടെ നിന്നോളാം മനുഷ്യ. കുട്ടു അവിടെ നിൽക്കുന്നത് അവർക്കാർക്കും ഇഷ്ടമല്ല. അവരെല്ലാരും കൂടി ബാലേട്ടനോട് വഴക്കുണ്ടാക്കും. അതല്ലേ മനസ്സ് ഞാൻ പറയുന്നത്. എന്റെ പൊന്നുകുട്ടി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇല്ല, ഞാൻ കേക്കൂല. മനുഷ്യൻ എന്നോട് ഒട്ടും ഇഷ്ടമില്ല. എന്റെ കുട്ടുവിനോട് എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. കുട്ടു, ഞാൻ പറയുന്നത് കേക്ക്. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. മനുഷ്യൻ എന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെയാ. ഇല്ലെങ്കിൽ എന്നെ എന്തിനെങ്കിലും പിടിച്ചു വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. കുട്ടു അവിടെ നിന്നാലേ ചിലപ്പോ കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങ് പോലും നടക്കത്തില്ല. ഞാൻ ആ പേരിങ്ങ് തട്ടിപ്പറ്റോണ്ട് കൊണ്ടുവരുമോ? ഇല്ലെങ്കിൽ ആ പേര് എനിക്ക് വേണോന്ന് പറയോ? ആണല്ലോ. പിന്നെ നമ്മൾ ചിന്തിക്കുമ്പോ എല്ലാം ശരിയാ, പക്ഷെ മറ്റുള്ളവർ അങ്ങനെയൊന്നും അല്ല ചിന്തിക്കുന്നത്. എന്റെ കുട്ടുവിനെ മാറ്റി നിർത്തുന്നതും കുത്തുവാക്ക് പറയുന്നതും കുറ്റപ്പെടുത്തുന്നതും എനിക്കിഷ്ടമല്ല. മനസ്സിൽ ഞാൻ സങ്കടമാവും, ബാലേട്ടന് സങ്കടമാവും. അതൊക്കെ ഒഴിവാക്കാനാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കുട്ടു അത് മനസ്സിലാക്ക്. എനിക്ക് മനസ്സിലാവത്തില്ല. എന്റെ വീടല്ലേ ഇത്. അപ്പൊ എന്റെ വീട്ടിൽ എന്ത് നടന്നാലും എന്നെ മുന്നിൽ നിർത്താന്ന് വലിയേട്ടൻ എന്നോട് പറഞ്ഞതാ. വലിയേട്ടൻ പറഞ്ഞില്ലല്ലോ എന്നോട് കയറി പോവാൻ. കുട്ടു, ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് തുറന്നു പറയാൻ പറ്റത്തില്ല. അത് കണ്ടറിഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു മാറണം. ഞാൻ പറയുന്ന ഒന്ന് കേക്ക് കുട്ടു, ദൈവത്തെ ഓർത്ത് കേക്ക്. കുട്ടു, വേണ്ട, എന്നെ സ്നേഹിച്ചൊന്നും വരണ്ട. എന്റെ തോളി തൊടുക വേണ്ട, എനിക്ക് ഇഷ്ടമല്ല അത്. ഇപ്പൊ മനുഷ്യൻ എന്റെ തോളി തൊട്ടപ്പോ എനിക്ക് പുയ വെച്ചിട്ടല്ല തോന്നിയത്. ചൊറിയുന്നു അതൊന്ന് തൊടണ്ട, വേണ്ട. നീ എന്നെ എന്ത് വേണേലും പറഞ്ഞോ, എന്നോട് പിണങ്ങിയിരുന്നു. എന്നാലും മറ്റുള്ളവർക്കിട്ട് വട്ടു തട്ടാനായിട്ട് ഞാൻ നിന്നെ അങ്ങോട്ട് വിടുന്നില്ല. പിന്നെ വട്ടു തട്ടുന്നു, അവിടെ കണ്ണും അമ്മനെ ഞാൻ കുത്തി പൊട്ടിച്ചു. കുട്ടു, ഇതാ ഞാൻ പറഞ്ഞത്. ആരെങ്കിലും എന്തെങ്കിലും പറയും, നീ കയറി ചൂടാവും, പിന്നെ അത് വലിയ വഴക്കാവും. എന്തിനാ കുട്ടു? അല്ലെങ്കിൽ തന്നെ നമ്മളിവിടെ എല്ലാവർക്കും ഒരു ഭാരമാ. നമ്മൾ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോകാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവരാ മറ്റുള്ളവർ. അതുകൊണ്ട് എന്റെ കുട്ടു ആർക്കും ഒരു ശല്യമാവണ്ട. എന്നാ പിന്നെ മനുഷ്യ, നമ്മച്ചേ അങ്ങ് കുഞ്ഞുമണിയുടെ അടുത്തോട്ട് പോയാലോ? അങ്ങ് സ്വർഗത്തിലേക്ക് കുട്ടു പോയാലേ
അനുഷ്യ, അവിടെ ആവുമ്പോ എന്റെ അച്ഛയുണ്ട്, അമ്മയുണ്ട്, നമ്മുടെ കുഞ്ഞുവനിയുണ്ട്. നമുക്കേ അവിടെ പോയി ഒരു വലോരം വീട് അങ്ങോട്ട് വെച്ചാം. എന്നാ മനസ്സുജനെയും കുട്ടിമണിയും കൂടി വിളിക്കേണ്ട ബാലേട്ടാ. അവരെന്തിനാ റൂമിൽ പോയിരിക്കണം? അതെ, ഈ കുടുംബത്തെ കാര്യങ്ങൾ ഇവിടെ തീരുമാനിച്ചോളൂ. പുറത്തുനിന്ന് വരുന്നവരുടെ അഭിപ്രായം വേണ്ട. അഭിപ്രായ സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ ഭരണഘടന അടങ്ങി നിൽക്ക് നിങ്ങളൊന്ന്. നീ എന്റെ വായടയ്ക്കാനൊന്നും നോക്കണ്ട. പറയാനുള്ള കാര്യങ്ങൾ ബാലനോട് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ബാലൻ ഏകദേശം അതൊക്കെ ചെയ്തിട്ടുമുണ്ട്. ഇനി ബാലന് ചെയ്യാൻ മനസ്സില്ലെങ്കിലും കുട്ടിമണിയുടെ ഭർത്താവിന് മനസ്സിലായി. இறங்குமா. ബാലണ്ണേ, അയ്യോ, ഒരു വിളക്ക് പോലും കത്തിച്ചു വെച്ചില്ലോടാ വരാന്തയില്. ഒരു വിളക്കും കത്തിച്ചു വെച്ച് ഒരു പാത്രത്തിൽ തിരി അരി എടുത്ത് വെച്ച് ഒരു വെറ്റില എടുത്തോണ്ട് വാ. പേരിടലങ്ങ് നടത്തിയേക്കാം. ഇതൊന്നും ഞങ്ങൾക്കാർക്കും അറിയാഞ്ഞിട്ടല്ല, അതിന്റെ സമയമാകട്ടെ എന്ന് കരുതി ഇരുന്നതാ. ഓ, സീതയുടെ വീട്ടുകാർക്ക് മുമ്പിൽ നിൽക്കണം, അതായിരിക്കും അങ്ങനെ പറഞ്ഞത്. ആ, ഞങ്ങളുടെ വീട്ടിൽ വെച്ച് നടക്കേണ്ട ചടങ്ങായിരുന്നല്ലോ ഇത്. അതിപ്പോ എവിടെ വെച്ചായാലും കൊച്ചിന്റെ ചെവിയിൽ പേര് പറഞ്ഞാ പോരെ. അമ്മ വിടമ്മ, അവരിവിടെ ഒരു ചടങ്ങിന് വന്നതല്ലേ. ബാലണ്ണ, കുഞ്ഞങ്ക കുഞ്ഞകത്തുണ്ട്. ഞാൻ കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് വരാം. ചടങ്ങിന് സമയമായി. കുഞ്ഞിനെ കൊണ്ടുവരാൻ സീതയോട് പറയുമോളെ. വിളക്കും അരിയും വേണം അല്ലമ്മ. ദേ ഇപ്പൊ എല്ലാം ശരിയാക്കി തരാം. വാമാ വാ. ഇവിടെ പിന്നെ ഞങ്ങൾക്കൊന്നും ഒരു വിലയും ഇല്ലല്ലോ. പുറത്തുനിന്ന് വന്നവരാ കാര്യം നോക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആ പെണ്ണാണോ വിളക്ക് കത്തിക്കേണ്ടത്? ആര് വിളക്ക് കത്തിച്ചാലെന്താ? പ്രകാശം കണ്ടാ പോരെ? വെളിച്ചം വരാനല്ലേ വിളക്ക് കത്തിക്കുന്നത്. ആ, ഇങ്ങനെ പോയാൽ വെളിച്ചം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു. ചടങ്ങ് കഴിഞ്ഞു പോവാം. നിങ്ങൾക്ക് വില കിട്ടുന്നില്ലെങ്കിൽ അത് എരുന്ന് വാങ്ങാൻ നിൽക്കുന്ന എന്തിനാ? നകുല, ഓരോരുത്തർക്കും കൊടുക്കേണ്ട വില കൃത്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതറിയാൻ പാലേട്ടാ. അത് സംസാരിക്കണ്ട. സംസാരിച്ചാൽ ഇവിടെ ഒന്നും നിൽക്കത്തില്ല കാര്യങ്ങൾ. ആ, സംസാരമൊക്കെ പിന്നീട്. എന്തായാലും ഇപ്പൊ ചടങ്ങ് നടക്കട്ടെ. കറുത്ത ചരടന്തിയെ അത് മേടിച്ചോ? ഇതിലുണ്ട് എല്ലാം. എന്നാ ചടങ്ങ് തുടങ്ങിയാലോ ബാല? അയ്യോ, എന്റെ പെങ്കൊച്ചന്തിയെ, എന്റെ കുട്ടിമണി എവിടെ? കുട്ടിമണി മനസ്സിനും ഇല്ല ഇവിടെ. അത് കുട്ടിമണി അകത്തിരിക്കുക, ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലാന്ന്. അതെന്താ? അത് കുട്ടിമണി പങ്കെടുക്കണ്ട എന്നൊരു അഭിപ്രായം വന്നു. ആരുടെ അഭിപ്രായം? എന്റെ അഭിപ്രായം. ഞങ്ങളുടെ പൊടിക്കൊച്ചിനെ ഉപദ്രവിച്ചവളാ. ബുദ്ധിയില്ല. ഇനി ചടങ്ങിന് വന്നാൽ എന്തായിരിക്കും എന്ന് ആർക്കറിയാം. ദേ, ഒരു പാത്രം അരി ഇരിപ്പുണ്ട്, അത് വാരി തിന്ന് എന്തോ ചെയ്യും. അതുകൊണ്ട് പങ്കെടുക്കണ്ട. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? വയലോരം വീട്ടിലെ വിളക്കാണ് എന്റെ കുട്ടിമണി. ഇവിടെ ഒരു ചടങ്ങ് നടന്നാൽ അവള് പങ്കെടുത്തിരിക്കും. അവളില്ലാതെ ഒന്നും ഇവിടെ നടന്നിട്ടില്ല. അപ്പച്ചമ്മേ, വഴക്കിനിരിക്കണ്ട. ചടങ്ങ് നടക്കട്ടെ. ബാലേട്ടന്റെ സമാധാനം കളയണ്ട. അതെന്താ രവി അങ്ങനെ ഒരു വർത്താനം? അമ്മാമ്മ എന്തെങ്കിലും കാര്യം പറഞ്ഞാ ബാലേട്ടന്റെ സമാധാനം പോവും. സീതക്ക, എന്നെ ഇത് ചിന്ന കുഴന്തയെ കയ്യില് വെച്ചുകിട്ട് നീങ്ങ തർക്കിക്കുന്നു. ആദ്യം ചടങ്ങ് നടക്കട്ടെ. കുട്ടിമണിയെ നമുക്ക് പിന്നെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. അത് വേണ്ട. ഇവിടെ ചടങ്ങിൽ പങ്കെടുക്കാൻ വേറെ 2 പേരൂടെ ഉണ്ട്. 2 ആത്മാക്കൾ, എന്റെ അച്യുതന്റെയും ശാരദയുടെയും. ഓ, പിന്നെ ഓരോ അന്ധവിശ്വാസങ്ങൾ. നിങ്ങൾ രണ്ടും മിണ്ടണ്ട. ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന അത് കഴിയുക, പോവുക. നിങ്ങൾ മാത്രമല്ല, ഞാനും. ബാല, എന്താ തീരുമാനം?
പറ, എന്താടാ നിന്റെ തീരുമാനം? രക്തത്തിൽ പിറന്ന പെങ്ങളെ മുറിയിൽ അടച്ചിട്ടിട്ട് വേണോടാ നിന്റെ കുഞ്ഞിന്റെ പേരിടൽ നടത്താൻ? ഒന്നുമില്ലെങ്കിൽ ഇതുപോലൊന്നിനെ പ്രസവിച്ച് നഷ്ടപ്പെട്ടവളല്ലേടാ അവള്. അവള് ഇതുപോലൊരു ചടങ്ങ് ആഗ്രഹിച്ചു കാണില്ലേ? അപ്പോ അത് കാണാനുള്ള അവകാശമെങ്കിലും അവക്ക് കൊടുക്കണ്ടേ? ഇത്രയ്ക്ക് ദയയില്ലാത്തവനായി പോയല്ലോടാ നീ. നിർത്ത്. ജനിച്ച് 28 ദിവസമായി ഈ കുഞ്ഞിന്റെ പേരിലല്ലേ ഈ ലേലം വിളി? എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്.